പ്രിയപ്പെട്ട കലാസ്നേഹികളെ, മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിക്കുന്ന സീസോൺ കലോത്സവത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്നലെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ തുടങ്ങുകയും കേരളത്തിലെ അറിയപ്പെടുന്ന കാർട്ടൂണിസ്റ്റ് ശ്രീ ഹമീദാണ് അത് ഉദ്ഘാടനം ചെയ്തത്. നമുക്കറിയാം, നമ്മളുടെ കലോത്സവങ്ങളെല്ലാം നടക്കുന്ന സമയം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിക്കൊണ്ട് മാറിയ ഒരു അക്കാദമിക് സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് വിവിധ കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ആദ്യമായി ഹൃദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പെരിന്തൽമണ്ണയിൽ ഈ കലോത്സവം വരുന്നത്. ഈ കലോത്സവത്തിന് വലിയ ഒരുക്കങ്ങളൊക്കെയായി ഈ പെരിന്തൽമണ്ണയിലെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഈ കോളേജ് മാനേജ്മെന്റും വളരെയധികം സഹകരിച്ചിരിക്കുന്നു. അത് ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഏതായാലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബോളിവുഡ് സംവിധായകൻ, സിനിമാ സംവിധായകൻ സോഹൻ റോയിയാണ്. നമുക്കറിയാം, വാട്ടർ ബോംബ് എന്ന ഡോക്യുമെന്ററിയിലൂടെയും അദ്ദേഹം ഇന്ത്യയിൽ പ്രശസ്തനാണ്. ഏതായാലും കാലിക്കറ്റ് സർവകലാശാല യൂണിയന്റെ കലോത്സവത്തിന് അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ചത് ഏറെ ഞങ്ങൾ സന്തോഷവാന്മാരാണ്. അദ്ദേഹത്തെ ഹൃദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്ന്, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കലാകേരളത്തിന്റെ അഭിമാനമായി മാറിയ സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് ഹരിഗോവിന്ദനാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് വളരെ അഭിമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറായ TP അഷ്റഫ് അലിയാണ്. അഷ്റഫ് അലിയെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് PK അബൂബക്കർ ഹാജി, മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ സുധാകുമാരി, അതുപോലെ ഈ പരിപാടിയുടെ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനായ പ്രൊഫസർ KK ദാമോദരൻ സാർ, അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിലെല്ലാം പോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ, ഈ കലോത്സവത്തിന് ചുക്കാൻ പിടിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളായ പ്രൊഫസർ PK ജഗന്നാഥൻ, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് കൃത്യമായി വളരെ സ്നേഹത്തോടുകൂടി അഭിമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയുടെ ചെയർപേഴ്സണായ ശീതൽ ഡേവിസ്, ജനറൽ സെക്രട്ടറി റഫീഖ്, ജോയിന്റ് സെക്രട്ടറി, വൈസ് ചെയർമാൻ എല്ലാവരും ഈ പരിപാടിയിൽ സന്നിഹിതരായിരിക്കുന്നു. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടന സെഷൻ ഇവിടെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കാലിക്കറ്റ് സർവകലാശാലയുടെ ചെയർപേഴ്സണായ ശീതൽ ഡേവിസിനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ അതിന്റെ നേതൃത്വത്തിലുള്ള കലോത്സവങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. സീസോൺ കലോത്സവം ആരംഭിക്കുമ്പോൾ തന്നെ ഏറ്റവും ആവേശകരമായ വേദികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിറഞ്ഞ സദസ്സുകളും എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മത്സരാർത്ഥികളും, കലയെ സ്നേഹിക്കുന്ന മുഴുവൻ നാട്ടുകാരും അതിന്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നതിനും, അതുപോലെ തന്നെ നാട്ടിൽ നിലനിൽക്കുന്ന അനീതിക്കും അനാചാരങ്ങൾക്കും അതുപോലെ തന്നെ അസമത്വങ്ങൾക്കുമെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാകണമെന്നും പറയുകയാണ് ഈ അവസരത്തിൽ. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഉദ്ഘാടന ചടങ്ങിന് നമ്മളോട് എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ത്യയിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള സോഹൻ റോയ് സാറാണ് നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സോഹൻ റോയ് സാറിനെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ സ്വാഗത പ്രാസംഗികനായിട്ടുള്ള
കമറുദ്ദീൻ ഇവിടെ സൂചിപ്പിച്ചതാണ്. സോഹൻ റായ് സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹപൂർവ്വം ഏറ്റവും ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ സോഹൻ റോയ് ലോകത്തിലെ ആദ്യ മാരിടൈം ചാനലായ മറൈൻ പീസ് ടിവിയുടെ സ്ഥാപകനാണ് നമ്മുടെ ഉദ്ഘാടകൻ സോഹൻ റോയ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഷിപ്പ് ടെക്നോളജിയിൽ ബിരുദമെടുത്ത സോഹൻ റോയ് ഇപ്പോൾ അറിയപ്പെടുന്നത് നമുക്കേവർക്കും അറിയപ്പെടുന്ന പോലെ ഡ്രാം 999 എന്ന സിനിമയുടെ പേരിലാണ്. പ്രസ്തുത സിനിമയുടെ മുന്നോടിയായി അദ്ദേഹം നിർമ്മിച്ച വാട്ടർ ബോംബ് എന്ന ഡോക്യുമെന്ററി ഒരു വർഷത്തിനകം 20-ൽ പരം ഇന്റർനാഷണൽ പുരസ്കാരങ്ങൾ നേടിക്കഴിഞ്ഞു. ഷിപ്പിംഗ് മേഖലയിലെ സർവേയുമായി ബന്ധപ്പെട്ട് ലോകത്ത് കപ്പൽ ചെല്ലാത്ത രാജ്യങ്ങളിൽ മുഴുവൻ സ്വാധീനവും സാന്നിധ്യവുമുള്ള സോഹൻ റോയ് ഒരു കവി കൂടിയാണ്. അദ്ദേഹത്തിന്റെ കവിതകൾ ഓഡിയോ വീഡിയോ രൂപങ്ങളിൽ പ്രകാശിതമായിട്ടുണ്ട്. ഇന്ന് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന കലാകാരനായി ശ്രീ സോഹൻ റോയെ അവർകളെ നമുക്ക് വിപ്ലവ അഭിവാദ്യങ്ങളോടെ സ്വാഗതം ചെയ്യാം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഭാവിയുടെ വാഗ്ദാനങ്ങളായ കലാകാരന്മാരെ, കലാകാരികളെ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലൊരു ക്യാമ്പസിൽ ഇതുപോലൊരു ആർട്സ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. പഠിക്കുന്ന കാലത്ത് ഇത് മാത്രമായിരുന്നു, പഠനത്തെക്കാളേറെ കലാവേദികളായിരുന്നു, കലോത്സവങ്ങളായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു. അത് പിന്നീട് എപ്പോഴോ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ഒരു വലിയ ബ്രേക്ക് വന്നു. ആ ഒരു നഷ്ടബോധത്തിൽ നിന്നായിരിക്കാം പിന്നീട് എനിക്ക് തോന്നുന്നത് 99-ലോ മറ്റോ ആണ് തോന്നുന്നു, ഞങ്ങൾ കുറെ പേര് ചേർന്നിട്ട് ഗൾഫിൽ ഇതുപോലുള്ള യുവജനോത്സവങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് ഗൾഫിലുള്ള മിക്കവാറും എല്ലാ മേജർ യുവജനോത്സവങ്ങളും ആ കാലഘട്ടത്തിലാണ് തുടങ്ങിയിരുന്നത്. ഇന്റർ സ്കൂൾസ് യുവജനോത്സവങ്ങൾ, ഇന്റർ മ്യൂസിക് സ്കൂൾ യുവജനോത്സവങ്ങൾ, അത് ഇതിലൊക്കെ വലിയ ക്യാൻവാസിലാണ് 7-8 വേദികളിലായി 3 ദിവസം നീണ്ടു നിൽക്കുന്ന വളരെയധികം 3000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന മത്സരങ്ങളാണ്. പക്ഷെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ഇതിൽ നിന്നെല്ലാം വിട്ട് ഈ ഡാം 999-ന്റെയും പൂർണ്ണമായും ആ ഒരു പ്രോജക്റ്റിലേക്ക് വന്നത് കാരണം ഒരു കലാപ്രവർത്തനത്തിലും ഏർപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇതുപോലെ ഇതൊരു വേദി നിങ്ങളെന്നെ ക്ഷണിച്ചതിനും ഞാൻ ആദ്യം നന്ദി പറയാം. ഞാൻ ഒരിക്കലും പറയില്ല ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നാളെ നിങ്ങളുടെ പ്രൊഫഷൻ കലയിലേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആരെങ്കിലുമൊക്കെ തീർച്ചയായും ഈ കലാകാരന്റെ ആ ഒരു ആഗ്രഹം മനസ്സിൽ ഇട്ട് അവസാനം ആ ഊതിക്കാച്ചി അവസാനം ആ പ്രൊഫഷനിലേക്ക് തന്നെ അതൊരു പ്രൊഫഷനായി അല്ലെങ്കിൽ അതിൽ എവിടെയെങ്കിലുമൊക്കെയോ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു വലിയ കലാകാരൻ, കലാകാരി ഇതിൽ എവിടെയൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി വഴിമാറി മറ്റൊരു പ്രൊഫഷനിലേക്ക് പോകുന്നവരും നമ്മളെല്ലാം നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന മേഖലയിൽ എത്തിപ്പെടണമെന്നില്ല. എങ്കിലും ഒരു കലാകാരന്റെ മനസ്സിൽ എന്നും ഈ കല ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് തുരുമ്പിക്കാതെ എപ്പോഴെങ്കിലും ഒക്കെ പൊടി തട്ടിയെടുത്താൽ തീർച്ചയായും മറ്റൊരു ഡാം 999 പോലൊരു പ്രോജക്റ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പറയുകയാണ്. കാര്യം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 6 മാസത്തോളം ഫിലിം ഫീൽഡിലേക്ക് പോകാൻ ശ്രമം നടത്തി. അന്ന് എനിക്ക് ഒരുപാട് പ്രഷർ. കാര്യം എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ എഞ്ചിനീയർ ആവുക, അതാണ് നമ്മുടെ നാട്ടിലെ രീതി. ഒരു പക്ഷേ എഞ്ചിനീയറിംഗ് ആയിരുന്നിരിക്കില്ല എൻ്റെ ഫീൽഡ് തന്നെ. ഞാൻ ഏതെങ്കിലും സംവിധാനം പഠിക്കാൻ തന്നെ തുടക്കത്തിൽ പോകേണ്ട ഒരു വ്യക്തിയായിരുന്നിരിക്കാം. പക്ഷേ
നമ്മുടെ നാട്ടിലൊരു രീതി അനുസരിച്ചിട്ട് എൻ്റെ ബ്രദർ ഒരു എഞ്ചിനീയർ ആവാൻ പോയി, അദ്ദേഹത്തിന്റെ പുറകെ ഞാനും പോയി. അങ്ങനെ വഴിതെറ്റി പോകുന്നവരായിരിക്കാം നിങ്ങളിൽ പലരും. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. എങ്കിലും ഇത് മനസ്സിൽ നമ്മൾ ഇങ്ങനെ ഹോണ്ട് ചെയ്ത് പിന്നീട് ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇത് ചെയ്യണമെന്ന് തോന്നി. പക്ഷെ ഞാൻ എൻ്റെ തൊഴിൽ ഒരിക്കലും മറന്നിട്ടില്ല. ഞാൻ എൻ്റെ ഫീൽഡിൽ ഞാൻ ഷിപ്പ് ഡിസൈനറായിട്ടാണ് തുടങ്ങിയത്. ആ ഷിപ്പ് ഡിസൈൻ ഫീൽഡിൽ ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹം തന്റെ ഡിസൈൻ ഒരു ഗിന്നസ് ബുക്കിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ ആ ഒരു കർത്തവ്യം നിർവഹിച്ചതിന് ശേഷമാണ് വീണ്ടും എന്റെ സ്വപ്നമായ ഈ ഒരു സിനിമാ വേദിയിലേക്ക് മടങ്ങി വരുന്നത്. അതില് ഈ ഡാം 999 എന്ന ഒരു സോഷ്യലി വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് കണ്ടെത്താൻ, അത് എന്റെ കഴിവാണെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു നിമിത്തമായിരിക്കാം. ദൈവത്തിന്റെ കയ്യൊപ്പ് പൊതിഞ്ഞ ഒരു സംരംഭത്തിന് പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകാൻ സാധിച്ചു. അത് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നു. ഒരുപക്ഷെ കലാകാരന്റെ ഏറ്റവും വലിയ സന്തോഷം തന്റെ കലാസൃഷ്ടി സമൂഹത്തിൽ, വ്യക്തികളിൽ മിക്കവാറും കലാസൃഷ്ടികൾ സ്വാധീനം ചെലുത്താറുണ്ട്. പലർക്കും ഇഷ്ടപ്പെടാതിരിക്കും. പക്ഷേ ഒരു സമൂഹത്തില് അതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിലും വലിയൊരു സന്തോഷം ആ കലാകാരനെ സംബന്ധിച്ചോളം ഉണ്ടാവില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെടുമ്പോഴും. എങ്കിലും ഈ ഒരു ചിത്രം ഇന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുക മാത്രമല്ല, അത് ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം തന്നെ വരുത്താൻ ഒരു തുടക്കം കുറിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 4 വർഷത്തിന് മുമ്പ് ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാമിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ എനിക്ക് നിങ്ങളെപ്പോലെയൊക്കെ തന്നെയുള്ളായിരുന്നു. ഇടുക്കിയിലെ ഒരു ഡാം, അത് ഒരു പ്രശ്നമാണ്, ഇത്രയൊക്കെ അറിയത്തുള്ളൂ. പക്ഷെ അത് കൊച്ചി നഗരത്തിൽ, ഞാൻ താമസിക്കുന്ന കൊച്ചി നഗരത്തിൽ അത് വന്നു കഴിഞ്ഞാൽ എത്രമാത്രം ഭീകരമായിട്ട് ഉള്ള ഡാമേജുകൾ അവിടെ ഉണ്ടാക്കുമെന്നൊന്നും ആ ഒരു സമയത്ത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ആ ഒരു ആർട്ടിക്കിളിൽ നിന്നും തുടങ്ങിയ അന്വേഷണം ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളിലേക്കാണ് നീണ്ടത്. ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഒരുപാട് വായിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് ഒരുപാട് അറിവുണ്ട് എന്ന് കരുതി ഞാൻ പോലും സ്വയം മനസ്സിലാക്കി ഈ ലോകത്തിൽ നടക്കുന്ന പലതും നാം ആരും അറിയുന്നില്ല. ആ ഒരു അന്വേഷണത്തിൽ ഇടയിൽ ഞാൻ കണ്ടെത്തിയ ഒരു സത്യം, എനിക്കറിയില്ല, 99% ആൾക്കാരും അറിയാതെ പോയൊരു സത്യമാണ് ഈ ഡാം 999 പുറത്തു വരുന്നത്. അതായത് ലോകം കണ്ട ഏറ്റവും വലിയ മാൻമെയ്ഡ് ദുരന്തം ഹിരോഷിമയിലോ നാഗസാക്കിയിലോ വീണ ആറ്റം ബോംബായിരുന്നില്ല. 1975 ചൈനയിൽ നടന്ന ബാങ്ക്യാവോ ഡാം ഡിസാസ്റ്റർ. ചൈന പോലൊരു രാജ്യം 15 വർഷം പുറത്തേക്ക് വിടാതിരുന്ന ഒരു സത്യം. 2.5 ലക്ഷം പേർ ഒരു ദിവസം മരിച്ചു വീണ ആ ഒരു സത്യം. ഒരു ഡാം തകർന്നപ്പോൾ 62 ഡാമുകൾ ഒരു ചീട്ട് കൊട്ടാരം തകരുന്നത് പോലെ ഒന്നിനു പുറകെ ഒന്നായി തകർന്നു പോയ ഒരു സംഭവം. അതിൽ നിന്ന് പിന്നെ മനസ്സിലാക്കിയത് ബാങ്ക്യാവോ ഡാമിനും മുല്ലപ്പെരിയാർ ഡാമിനും ഒരേ വലിപ്പമാണെന്നുള്ള സത്യം. അതേസമയം മുല്ലപ്പെരിയാറിന് 7 ഇരട്ടി ഹൈറ്റ് ഉണ്ട് എന്ന ഭയാനകമാകുന്ന മറ്റൊരു സത്യം. പിന്നീട് മനസ്സിലായി ഇതുപോലെ 4000-ഓളം ഡാമുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുണ്ട് എന്ന്. അവിടെ അന്ന് ഞാൻ തീരുമാനിച്ചു എന്റെ സിനിമയുടെ കഥ അവിടെ ആരംഭിക്കുന്നു. ഇത് കേരളത്തിനോ തമിഴ്നാടിനോ വേണ്ടി മാത്രം ചെയ്തൊരു ചിത്രമല്ല. ഇത് ലോകത്തിന്റെ മുന്നിൽ എല്ലാം ഒരു ക്വസ്റ്റ്യൻ മാർക്കായി വരാൻ പോകുന്ന കാലപ്പഴക്കം ചെന്ന ഡാമുകൾ. സാധാരണ ബോംബുകളെല്ലാം ഇൻവെന്റ് ചെയ്യപ്പെടുകയാണ്. പക്ഷേ ആദ്യമായിട്ട് ഞങ്ങൾ ഒരു ബോംബ് ഡിസ്കവർ ചെയ്തു. അതാണ് വാട്ടർ ബോംബ് എന്ന ഞങ്ങളുടെ ആദ്യത്തെ ഡോക്യുമെന്റ്. വാട്ടർ ബോംബുകൾ, ഈ ഡാമുകൾ എല്ലാം നമ്മളുടെ മുന്നിലുണ്ട്. പക്ഷെ നാം ആരും മനസ്സിലാക്കാതെ പോയി ഇതെല്ലാം ഒരു ദിവസം ഒരു വാട്ടർ ബോംബായി മാറും, അത് നമ്മെ തച്ചുടയ്ക്കുമെന്ന് നമ്മൾ ആരും അറിയാതെ പോയി. കഴിഞ്ഞ 1000 വർഷത്തിനിടയിൽ ലോകത്തിൽ 2000-ഓളം ഡാം ദുരന്തങ്ങൾ ഉണ്ടായി എന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ തന്നെ മോർബി ഡാം ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ഇറ്റലിയിൽ 1963 നടന്ന ഒരു ഡാം ദുരന്തം, അത് സംഭവിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ഡാമിന് കുഴപ്പമില്ല, മറ്റൊന്നും കുഴപ്പമില്ല. അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുകയാണ്. ഈ ലാൻഡ് സ്ലൈഡിൽ ഡാമിന്റെ കപ്പാസിറ്റി കുറയുകയും അതിൽ നിന്നൊരു സർഫസ് വേവ് ക്രിയേറ്റ് ചെയ്ത് സുനാമി ഉണ്ടാകും. നമ്മളൊന്നും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. ഒരു ഡാമിന്റെ റിസർവോയറിൽ സുനാമി ഉണ്ടാവുക. ആ സുനാമിയുടെ ഹൈറ്റ് 250 മീറ്റർ ഹൈറ്റിലാണ് ഒരു സുനാമി ഡാമിൽ നിന്നുണ്ടാകുന്നത്. അത് നാളെ കേരളത്തിലെ ഏത് ഡാമിലും ഉണ്ടാകാം. അതായത് നാം എല്ലാം കേരളത്തിൽ താമസിക്കുന്ന ഓരോ വ്യക്തിയും ഒരു വാട്ടർ ബോംബിന്റെ മുന്നിലാണ് കഴിയുന്നത്.
പക്ഷേ അതൊക്കെ വിധിക്ക് വിട്ടുകൊടുക്കുക. കാര്യം ഡാമുകൾക്ക് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. 5000 വർഷത്തിന് മുമ്പുള്ള നമ്മുടെ ഹ്യൂമൻ സിവിലൈസേഷൻ എല്ലാം ആരംഭിച്ചിരിക്കുന്നത് നദീതട സംസ്കാരങ്ങളിലായിട്ടാണ്. പിന്നീട് ആ ജലം എന്നുള്ളത് നമ്മുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. നാളെ ഒരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതും വെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്ന സത്യം മറക്കാതിരിക്കുക. എങ്കിലും ഈ ഡാമുകളെ വെറും കറവ പശുവായി മാറ്റിക്കൊണ്ട് ഇതൊരു വെറും മനുഷ്യൻ നിർമ്മിച്ച ഒരു പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. മനുഷ്യൻ നിർമ്മിച്ച ഏതൊരു എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷനും അതിനൊരു ആയുസ് ഉണ്ടാകും. ആ ആയുസ് മനസ്സിലാക്കി ആ ആയുസ് കഴിയുമ്പോൾ അത് മാറ്റിപ്പണിയണം എന്നുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വമാണ് നമ്മുടെ നാട്ടിൽ മറന്നുപോകുന്നത്. അല്ലെങ്കിൽ മനസ്സിലാക്കി തരേണ്ടവർ കണ്ണടച്ചുകൊണ്ട് അതിനെതിരെ ഇത്ര അലക്ഷ്യമായ ഒരു സമീപനം കൈക്കൊള്ളുന്നത്. ഇതിന് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിലൂടെ എന്തെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കലാസൃഷ്ടിയുടെ വിജയമാണ്. നിങ്ങളുടെ കലാകാരന്മാർ നാളെ ആ രംഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കല എന്ന് പറയുന്നത് വെറും എന്റർടൈൻമെന്റ്സ് മാത്രമല്ല, അതിലൂടെ സമൂഹത്തിന് വഴി കാട്ടുവാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങളുടെ സൃഷ്ടികൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കാലയവനികയ്ക്കുള്ളിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കലാസൃഷ്ടിയും മറഞ്ഞുപോകും എന്നുള്ള സത്യം മനസ്സിലാക്കുക. എനിക്കറിയില്ല മുല്ലപ്പെരിയാർ വാട്ടർ ബോംബ് എന്ന ഞങ്ങളുടെ ഡോക്യുമെന്ററി എത്ര പേരൊക്കെ കണ്ടിട്ടുണ്ടാകുന്നു. നാളെ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവരായാണ് നിങ്ങളെല്ലാം. പറ്റിയാൽ ആ ഡോക്യുമെന്ററി എടുത്ത് കാണുക. തീർച്ചയായിട്ടും ഇന്ന് ഒരു സഹന സമരം നമ്മുടെ ഭാരതം കണ്ട സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇത്ര ചിട്ടയോടുകൂടി സമാധാനത്തോടുകൂടി ഒരു ലക്ഷ്യത്തിലേക്ക് സാമുദായിക സ്പർദ്ധകളില്ലാതെ, രാഷ്ട്രീയ സ്പർദ്ധകളില്ലാതെ എല്ലാവരും ഒരേ വഴിയിലേക്ക്, ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന മുല്ലപ്പെരിയാർ സമരത്തിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായം അല്ലെങ്കിൽ ഒരു അനുകമ്പയെങ്കിലും, ഒരു നല്ല വാക്കെങ്കിലും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. അത് നിങ്ങളുടെ കടമയാണ്. ഒരു പക്ഷേ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ലായിരിക്കാം. പക്ഷേ കേരളത്തിൽ നഷ്ടപ്പെടുന്ന ലക്ഷങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടാകാം, നിങ്ങളുടെ ബന്ധുക്കളുണ്ടാകാം, നിങ്ങളുടെ വളരെ വളരെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടാകാം. അതുണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് സമൂഹത്തിന് അത് അവോയ്ഡ് ചെയ്യാൻ ഇപ്പോൾ ദുരന്തങ്ങൾക്ക് മുമ്പ് പ്രകൃതി എപ്പോഴും സൂചനകൾ തരണമെന്നില്ല. വലിയ വലിയ ദുരന്തങ്ങളെല്ലാം പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം ആകാൻ സാധ്യതയുള്ളതുകൊണ്ടായിരിക്കാം പ്രകൃതി നമുക്ക് സൂചനകൾ തന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമായിരിക്കാം കഴിഞ്ഞ 2 ആഴ്ചയിൽ 3 ഭൂകമ്പം ഉണ്ടാവുക. എനിക്ക് തോന്നുന്നില്ല ലോകത്തിൽ അധിക സ്ഥലങ്ങളിൽ ഇതുപോലെ പ്രകൃതി സൂചന നൽകിയിട്ടുണ്ടാകുന്നത്. അതിൽ നിന്ന് പാഠം പഠിക്കുക. നാം ശരിയായ ഒരു ദിക്കിലേക്ക് വഴി കാട്ടിയില്ലെങ്കിലും നാം തന്നെ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ശ്രമിക്കും. ഇതുപോലെയുള്ള സീരിയസ് മാറ്റേഴ്സിൽ ഭാവിയിലും കലാകാരന്മാരായി വരുന്ന നിങ്ങൾ ഒരു പക്ഷേ സിനിമാ ഫീൽഡിൽ നിങ്ങൾ എത്തിപ്പെടാം. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒരു മേഖലയാണ് സിനിമാ മേഖല എന്ന് ഒരിക്കലും കരുതരുത്. നിങ്ങളുടെ ഉള്ളിൽ അതിന്റെ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും ഇന്ത്യൻ സിനിമാ വേദിയിലേക്ക് ഒരു വഴികാട്ടി കൂടിയായിരിക്കും ഡാം ട്രിപ്പിൾ നയൻ എന്ന പ്രോജക്റ്റ്. അത് വെറും സിനിമ നിർമ്മിക്കുക മാത്രമായിരുന്നില്ല, ഹോളിവുഡിലേക്ക് എങ്ങനെ പടികടന്ന് ചെല്ലാം, ഇന്ത്യൻ ഫിലിം മേക്കേഴ്സിന് ചെല്ലാം എന്നുള്ളത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, എന്നോടൊപ്പം 16ഓളം നാഷണൽ അവാർഡ് വിന്നേഴ്സ് ഈ പ്രോജക്റ്റിലുണ്ട്. ഞങ്ങൾ വ്യക്തമായ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മുടെ സിനിമാ രംഗം കണ്ട ഏറ്റവും വലിയ ഫിലിം മേക്കർ എന്ന് നമുക്ക് കണ്ണുമുട്ടി പറയാവുന്ന സത്യജിത് റേയുടെ ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ നീങ്ങിയത്. 1963 സത്യജിത് റേയ്ക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി വായിച്ചറിയാം. ഏലിയൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിലൂടെ, ഒരു സയൻസ് ഫിക്ഷൻ മൂവിയിലൂടെ കൊളംബിയ പിക്ചേഴ്സിനോടൊപ്പം ചേർന്ന് ഇന്ത്യയിൽ ഒരു ഹോളിവുഡ് ചിത്രം നിർമ്മിക്കുക എന്നുള്ള സ്വപ്നം. പക്ഷേ ഏതാണ്ട് 12 വർഷത്തോളം അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ചെങ്കിലും അദ്ദേഹത്തിന് അത് ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഏറ്റവും കൂടുതൽ
വേദനയോടുകൂടി അദ്ദേഹം എഴുതിയിരിക്കുന്നത് തന്നെയാണ്. പക്ഷേ അതിലേറെ അദ്ദേഹത്തെ വേദനിപ്പിച്ചത് അത് പിന്നീട് സ്പീൽബർഗ് E.T. എന്ന് പറയുന്ന ഒരു സിനിമയായി കൊളംബിയ പിക്ചേഴ്സ് തന്നെ ആ ചിത്രം നിർമ്മിച്ചു എന്നതാണ്. സത്യജിത്ത് വരച്ച E.T.യുടെ ആ ഏലിയൻ ചിത്രത്തിന് വേണ്ടി വരച്ച സ്റ്റോറി ബോർഡ് അതേ രൂപമാണ് E.T.യിൽ നിങ്ങൾ പലരും കണ്ടു കാണും. സ്പീൽബർഗിന്റെ E.T. എന്ന് പറയുന്ന ചിത്രം അത് സത്യജിത്രയുടെ ക്രിയേഷൻ ആയിരുന്നു. അങ്ങനെ 40 വർഷത്തോളം നടക്കാതെ പോയ ഒരു സ്വപ്നമാണ് ഡാം ട്രിപ്ലൈനിലൂടെ നമ്മൾ 100% ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ സ്റ്റാമ്പോട് കൂടി ഹൗ ടു മേക്ക് എ ഹോളിവുഡ് മൂവി യൂസിംഗ് ഇന്ത്യൻ ടെക്നോളജി, യൂസിംഗ് ഇന്ത്യൻ മാൻ പവർ എല്ലാം ഇതിനകത്ത്. ഒരുപക്ഷെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പലപ്പോഴും പലർക്കും തോന്നിക്കാണുമോ പല ഹോളിവുഡ് ചിത്രങ്ങൾ ഇതിനേക്കാൾ എത്രയോ നല്ലതായിട്ട് ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ. ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാവുന്ന ഞങ്ങൾക്ക് വേണമെങ്കിൽ ഹോളിവുഡിൽ പോയി 100% പെർഫെക്ഷനിൽ എല്ലാ ഗ്രാഫിക്സും ചെയ്യാൻ സാധിക്കും. പക്ഷേ അതായിരുന്നില്ല. 10-25 വർഷം പിറകിലായി ഓടുന്ന ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ ഇവിടുത്തെ മാൻ പവറിനെ ഉപയോഗിച്ച് ഇവിടുത്തെ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് ആദ്യമായിട്ട് വാട്ടർ ഗ്രാഫിക്സ് ചെയ്യപ്പെടുന്ന ഒരു ചിത്രമാണ് ഇന്ത്യയിൽ നിന്ന്. അത് ഇന്ത്യക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വാർണർ ബ്രദേഴ്സ് പോലെ ഒരു വിതരണ കമ്പനിയെ ഏൽപ്പിക്കാൻ പറ്റും. അവരെ കാര്യം വാർണർ ബ്രദേഴ്സിന് ഒരിക്കലും കൺവിൻസ് ആവാതെ പ്രോജക്ട് ഏറ്റെടുക്കില്ല. മാത്രമല്ല ഇതുപോലൊരു തിരക്കഥ ഓസ്കാർ ലൈബ്രറിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അത് തന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. ഞാൻ ഒരുപാട് വർഷങ്ങളൊന്നും ഈ സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്ത് ഒരുപാട് ചിത്രമൊന്നും ചെയ്തു പോയതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മനസ്സിൽ വിചാരിക്കാം, മനസ്സിൽ ഒരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ നിങ്ങൾക്കും ആർക്കും എത്തിപ്പെടാവുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല. പക്ഷേ അതിൽ 100% ആത്മാർത്ഥത കാണിക്കുക, അതിന് ഒരു കമ്മിറ്റ്മെന്റോടുകൂടി ആ ഒരു മനോധൈര്യത്തോടുകൂടി നിങ്ങളെല്ലാവരും ഈ ഇതേപോലുള്ള വേദികളിലൂടെ മാറ്റിവെച്ച് ഒടുവിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടുന്ന ഒരു സ്റ്റേജിൽ തീർച്ചയായും ഈ സിനിമാ മേഖലയിലേക്കോ അത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാലോകത്തേക്ക് ഈ ഒരു സോഷ്യൽ ഇമ്പോർട്ടൻസോടുകൂടി ഒരു സംഭാവന ചെയ്യാൻ നിങ്ങൾക്കെല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വേദിയിൽ ഇതുപോലൊരു അവസരം ഒരുക്കി തന്ന എസ്പെഷ്യലി ശ്രീ ഹരിഗോവിന്ദിനെ ഞാൻ പരിചയപ്പെടുന്നത് തന്നെ ഡാം ട്രിപ്ലൈന്റെ ഒരു വേദിയിൽ കൊച്ചിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ സോപാന സംഗീതവുമായി അവിടെ വരികയും ഞങ്ങളുടെ എല്ലാ മനസ്സ് ഒന്നടക്കം കീഴടക്കുകയായിരുന്നു അവിടെ. ഇന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്, അന്ന് അതൊരു ഇന്റർനാഷണൽ കോൺഫറൻസ് ആയിരുന്നു. ഒരു ഗുരു ലാൽവാനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, അത് അദ്ദേഹം യൂറോപ്പിലെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് ബില്യനേഴ്സ് ആണ്. അദ്ദേഹം ആ സോപാന സംഗീതം കേട്ടിട്ട് എനിക്കിപ്പോഴും എന്റെ മനസ്സിൽ ആ ഒരു വിഷ്വൽ കിടപ്പുണ്ട്. അദ്ദേഹം വേദിയിൽ കയറി ശ്രീ ഹരിഗോവിന്ദിനെ നേരിട്ട് ആരോടും ചോദിച്ചില്ല, അദ്ദേഹം നേരിട്ട് വന്ന് അദ്ദേഹത്തിന് ഈ സോപാന സംഗീതം എന്താണെന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ ആ സംഗീതത്തിന് ഭാഷയോ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം വന്ന് ആദരിക്കുകയാണ്. ഇതുപോലുള്ള മറ്റൊരു വേദിയിൽ നിങ്ങൾക്കും ഇതുപോലുള്ള ഉപഹാരങ്ങൾ, ഇതുപോലുള്ള അംഗീകാരങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടുവാൻ ഈ കലാ മത്സരം വേദി ഒരുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഈ യോഗത്തിന്റെ മുഖ്യാതിഥിയും കൂടിയായിട്ടുള്ള നെരളത്ത് ഹരിഗോവിന്ദേട്ടനാണ്. അദ്ദേഹം സംസാരിച്ചതിന് ശേഷം ഇടയ്ക്ക് വായിച്ചുകൊണ്ട് ഒരു സോപാന സംഗീതം നമ്മളോട് ആലപിക്കും എന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടി ഞാൻ ഈ അവസരത്തിൽ വെക്കുകയാണ്. ഈ ക്യാമ്പസ് രണ്ടാമത്തെ തവണയാണ് ഈ വേദിയിൽ വരുന്നത്. ഇത്തവണ വരുന്നതിന് കൂടുതൽ അഭിമാനമുണ്ട്. കാരണം ഇത്രയും പ്രായം കുറവുള്ള ഒരു ക്യാമ്പസിലേക്ക് സീസോൺ കലോത്സവം കൊണ്ടുവരാമെന്ന് തന്റെ ഇടം കാണിച്ച യൂണിവേഴ്സിറ്റി യൂണിയനിലെ ചുണക്കുട്ടികളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. മറ്റൊരു പ്രത്യേകത, എത്രയോ വർഷങ്ങളായി എത്രയോ ആളുകൾ ക്ഷണിച്ചിട്ടും ക്യാമ്പസുകളിലേക്ക് പോകാൻ സമയം കിട്ടാതിരുന്ന ലോകപ്രസിദ്ധ മലയാളി ശ്രീമാൻ സോഹൻ റോയിയെ തന്നെ ഈ ക്യാമ്പസിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചതിന്റെ ഒരു അഭിമാനം കൂടി നമുക്ക് ഈ സീസോണിലുണ്ട്. സോഹൻ റോയിയെ നിങ്ങൾ ഈ കാണുന്ന രൂപത്തിനപ്പുറമായി അദ്ദേഹം എങ്ങനെയൊക്കെ പ്രണയം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഗവേഷണം ചെയ്തിട്ടുള്ള ഒരാളാണ്. എങ്ങനെയൊക്കെ പ്രണയിക്കാമെന്ന് ലേഖനം എഴുതുകയും കവിത എഴുതുകയും ചെയ്ത ഒരുപാട് പേര് നമുക്കറിയാം. എങ്ങനെയൊക്കെയാണ് പ്രണയം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് എന്ന് നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയ ഒരു സിനിമയാണ് വാസ്തവത്തിൽ ഈ ഡാം ട്രിപ്പിൾ നയൻ. നമ്മൾ പലരും കരുതുന്നത് പോലെ
അണ പൊട്ടിയാലുണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് വാണിംഗ് നൽകുന്ന ഒരു ഡോക്യുമെന്ററി ആയിരുന്നില്ല അത് അദ്ദേഹം ഒന്നുകൂടെ വ്യക്തമാക്കുന്നത് ഈ എ വോയേജ് ത്രൂ ദ 9 സീസ് ഓഫ് ലോസ്റ്റ് ലവ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിലൂടെയാണ്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത ഞാൻ കാണുന്നത്, ഇത് ഭോപ്പാലിലെ ഇന്ദ്ര പബ്ലിക്കേഷൻസ് ഇത് പബ്ലിഷ് ചെയ്ത 1 മാസത്തിനകം ഇതിന്റെ കോപ്പി കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ, വാങ്ങിക്കാൻ കിട്ടില്ല. ഇപ്പോഴിത് ഔട്ട് ഓഫ് പ്രിന്റ് ആണ്. തന്റെ വാട്ടർ ബോംബ്സ് എന്ന് പറയുന്ന ഡോക്യുമെന്ററികൾക്ക് 21 ഇന്റർനാഷണൽ അവാർഡുകളാണ് ഇത്രയും ചെറിയ കാലത്തിനകം അദ്ദേഹത്തിന് ലഭിച്ചത്. ഞാൻ ആലോചിക്കുകയാണ്, ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലിലേക്ക് ഏതെങ്കിലും ഒരു ഡോക്യുമെന്ററി, മനുഷ്യന് മനസ്സിലാവാത്ത ഏതെങ്കിലും ഒരു ഡോക്യുമെന്ററി തെരഞ്ഞെടുത്തു എന്ന് കേട്ടാൽ പോലും മാധ്യമങ്ങളിൽ വലിയ വാർത്ത നൽകുന്ന അല്പന്മാരായ മലയാളി സിനിമാ ലോകത്തിന് 21ഓളം ഇന്റർനാഷണൽ അവാർഡ് നേടിയ ഇദ്ദേഹത്തിന്റെ കഥ ഇപ്പോഴും അദ്ദേഹം ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ആളായതുകൊണ്ട് വളരെ കൂടുതൽ ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം അതാരോടും അങ്ങനെ വിളിച്ച് പറയാറുമില്ല. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രമാത്രം ലളിതമായി ജീവിക്കുന്നത്? 145 രാഷ്ട്രങ്ങളിൽ സ്വന്തമായി ഓഫീസുള്ള ഒരു വലിയ ബിസിനസ്സുകാരൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അമ്മ സംസ്കൃതം പാണ്ഡിത്യമുള്ള 2 വ്യക്തികളുടെ, അച്ഛൻ സംസ്കൃതമാണ്, ശാസ്ത്രികൾ എന്നാണ് അച്ഛന്റെ പേര് തന്നെ. നിങ്ങളൊക്കെ വിചാരിക്കും സോഹൻ റോയിന്റെ പേര് കേൾക്കുമ്പോൾ ഒരു ബംഗാളിയാണെന്നായിരുന്നു പലരുടെയും വിചാരം. അദ്ദേഹം ഒരു പുനലൂർക്കാരൻ മലയാളിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ എല്ലാവരുടെയും പേരുകൾക്ക് അങ്ങനെ പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും സൂക്ഷിച്ച ചില പുരോഗമന അതല്ലെങ്കിൽ രാജ്യാന്തര ചിന്തകളുടെ ഭാഗമായിട്ടാണ് അത്തരം ഒരു പേരുമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവുന്നത്. അദ്ദേഹത്തിന്റെ അമ്മ 1ാം റാങ്കോടുകൂടി മഹോപാധ്യായ എന്ന് പറയുന്ന ഒരു സംസ്കൃത കോഴ്സ് പാസ്, 5 വർഷത്തെ കോഴ്സാണത്. അത് കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നു നടത്തിയത്. ഇപ്പൊ ആ കോഴ്സില്ല. കേരള യൂണിവേഴ്സിറ്റി നടത്തിയിരുന്ന ആ കോഴ്സിൽ 1ാം റാങ്കോടുകൂടി സംസ്കൃതത്തിൽ ആ കോഴ്സ് പാസ്സായിട്ടുള്ള ഒരു വ്യക്തി ഒരമ്മയുടെ മകനാണ്. അപ്പൊ ഒരേ സമയം ഇന്ത്യൻ സാംസ്കാരിക സനാതന ചിന്തകളിൽ ഊന്നി നിന്നുകൊണ്ട് നവരസങ്ങളിലൂടെയും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള നവപ്രണയ സാഹചര്യങ്ങളിലൂടെയും അദ്ദേഹം തന്റെ ജീവിതം രൂപപ്പെടുത്തുമ്പോൾ ഇത്രയും ചെറിയ പ്രായത്തിൽ ആർജിക്കുന്ന ലോകോത്തരമായ വിജയം അദ്ദേഹത്തിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല ഞാൻ ഇവിടെ ആവർത്തിച്ച് പറയുന്നത്. മറിച്ച് നമ്മളിൽ ആർക്കാണ് അത്തരമൊരു വിജയം സാധ്യമല്ലാത്തത്? എവിടെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ വഴിതിരിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ വഴിതിരിഞ്ഞു പോകാൻ പാടില്ലാത്തത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹത്തെ കുറിച്ചിവിടെ നടത്തുന്നത്. സാധാരണ മലയാള സിനിമയിൽ നിന്ന് ഒരു വ്യക്തി പോലും അദ്ദേഹത്തിന്റെ സിനിമ നിരോധിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുകയുണ്ടായില്ല. സാധാരണ മലയാള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒരു നേതാവ് പോലും അദ്ദേഹത്തിന്റെ സിനിമ തമിഴ്നാട്ടിൽ നിരോധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദമുയർത്തിയില്ല. ഇന്നലെ നമ്മുടെ സംഘാടകർക്ക് അനീഷിനൊക്കെ വളരെ സംശയമുണ്ടായിരുന്നു. ഇന്നലെ അദ്ദേഹം തമിഴ്നാട് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കാണുവാൻ പോകുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് ഇന്നലെ 12 മണി സമയത്ത് അദ്ദേഹം കോടതിയിൽ നിന്ന് വരുന്ന രംഗം. 1 കിലോമീറ്റർ ദൂരം 2 വശങ്ങളിലും ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് 3000ഓളം പോലീസുകാരാണ് എയർപോർട്ട് വരെ അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചുകൊണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കേരളത്തിലേക്ക് കയറ്റിവിട്ടത്. അദ്ദേഹം കയറ്റിവിട്ട് നേരെ വന്നത് ഈ ഒരൊറ്റ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. അത്രമാത്രം ആത്മാർത്ഥത ഒരു കലാകാരൻ സൂക്ഷിക്കണമെങ്കിൽ ഇത്തരമൊരു ഫെസ്റ്റിവലിന് അദ്ദേഹം വളരെ വലിയ പ്രാധാന്യം കാണുന്നുണ്ട് എന്ന് നാം മറക്കരുത്. ആ പ്രാധാന്യത്തെ അദ്ദേഹം കാണുന്ന അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതുണ്ട്. ഞെരളത്ത് ഹരിഗോവിന്ദൻ തനിച്ചൊരു ഞെരളത്ത് കലാശ്രമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ചേർന്നാൽ ലോകത്തെ അതിശയിപ്പിക്കുന്ന വലിയ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കും. അതിനായി നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ അവസരത്തിൽ ഇടയ്ക്കൊട്ടി പാടുന്നില്ല, മറിച്ച് 8-ാം തീയതി മുല്ലപ്പെരിയാറിൽ നടന്ന മനുഷ്യമതിലിനോടനുബന്ധിച്ച് അവിടേക്ക് വേണ്ടി മാത്രം എഴുതിയ ആ ആളുകൾ തമ്മിൽ വെള്ളത്തിന്റെ പേരിൽ തീ കത്തിക്കരുത്, അല്ലെങ്കിൽ തീ അണയ്ക്കുവാൻ ഉപയോഗിക്കുന്ന ജലത്തിന്റെ പേരിൽ തീ കത്തിക്കപ്പെടേണ്ടുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു ചെറിയ കവിത ഞാൻ അവിടെ രചിച്ചിരുന്നു. ആ കവിത മാത്രം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് താളമിട്ട് പാടാം. അണകെട്ടി നിൽക്കുന്ന ഭൂമി രക്തം, അണകെട്ടി നിൽക്കുന്ന ഭൂമി രക്തം, അണ പൊട്ടിയൊഴുകുമോ ജീവദുഃഖം, അണയാതെ കാക്കണം ജീവനും ജലവുമായി, അണിയായി നിൽക്കണം അതിനു നമ്മൾ. അണകെട്ടി
കെട്ടി നിൽക്കുന്ന ഭൂമിരക്തം അണ പൊട്ടിയൊഴുകുമോ ജീവദുഃഖം അണയാതെ കാക്കണം ജീവനും ജലവുമായി അണിയായി നിൽക്കണം അതിനു നമ്മൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഉപഹാരം കൊടുക്കുന്നതിന് വേണ്ടി നേരളത്തിൽ ഹരിഗോവിന്ദേട്ടനെയും അതുപോലെ തന്നെ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി സോഹൻ റോയിനെയും ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ഈ കലോത്സവത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള PK അബൂബക്കർ ഹാജിയെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 125ഓളം കോളേജുകളിൽ നിന്നായി ഈ SNDP കോളേജിൽ മാറ്റിവെക്കുന്ന കലാകാരന്മാരെ ആദ്യമായിക്കൊണ്ട് ഞാൻ അഭിനന്ദിക്കുക. മാത്രമല്ല സീസോൺ ഇവിടെ കൊണ്ടുവരാൻ തന്റെ ഇടം കാണിച്ച ഈ കോളേജിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഈ കോളേജിന്റെ ഭാരവാഹികളെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കുന്നുംപുറത്ത് ഒരു പരിപാടി നടക്കുന്നത് വിജയിക്കുക എന്നൊക്കെ നമുക്ക് പേടിയുണ്ടായിരുന്നു. ഞാൻ ഈ സ്വാസംഗം ഓഫീസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ ചോദിച്ചു അതിന്റെ കാര്യങ്ങൾ അനീഷിനോടൊക്കെ ചോദിച്ചു. നമുക്കൊരു കുഴപ്പമില്ലാത്ത തരത്തിൽ ഇത് നടക്കാൻ കഴിഞ്ഞു. മാത്രമല്ല തൊട്ടടുത്ത് നമ്മൾ ഉയർന്നു നിൽക്കുന്ന ചേരാമലയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വരുന്ന 24-ാം തീയതി ഇവിടെ സമർപ്പിക്കാൻ കൂടി പോവുകയാണ്. അപ്പൊ ഈ കലോത്സവത്തിന് എല്ലാവിധ പ്രാധാന്യങ്ങളുമുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി നമുക്കൊക്കെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ത്യാഗം എന്ന് അനുഭവിച്ചിട്ടുള്ളത് ഇന്ന് മുല്ലപ്പെരിയാറിന് ഏറ്റവും വില കൊടുക്കാൻ ഒരു പക്ഷേ ഈ സിനിമ ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ വരെ നിരോധിച്ച തമിഴ്നാടിന് ഒരു താക്കീതായിക്കൊണ്ടാണ് ഇന്നലെ അദ്ദേഹം വളരെ ധൈര്യം കാണിച്ച് തമിഴ്നാട് DGPയെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും അതുപോലെ തന്നെ കേരളത്തിന്റെ യശസ് ഉയർത്താനും തന്റെ ഇടം കാണിച്ച നമ്മുടെ മോഹൻ റോയിയെയും അതുപോലെ തന്നെ നമ്മുടെ ഞരളത്ത് ഹരിഗോവിന്ദൻ നമ്മുടെ നാട്ടുകാരനാണ്, നമ്മുടെ വളർന്നു വന്ന കലാകാരനാണ്. അദ്ദേഹത്തെയും സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങിന് എല്ലാവിധ ഭാഗങ്ങളും നിർത്തുകയും ചെയ്യുന്നു. തീർച്ചയായും ഇന്നത്തെ സായാഹ്നം തീർച്ചും സാർത്ഥകമായി എന്ന് എന്നെ പോലെ തന്നെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഡാൻ 999 ഫിലിം എല്ലാവരും അത് ഉദ്ഘാടന ദിവസം മുതൽക്ക് തന്നെ അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളപ്പോൾ തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ഒരു കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും മൊത്തം വല്ലാത്ത പ്രയാസത്തിലായിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം അല്ലെങ്കിൽ ലോക ശ്രദ്ധ തന്നെ ആകർഷിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ പടം വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഡയറക്ടർ ഒരിക്കലും ഇങ്ങനെ ഒരു രംഗം വിചാരിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഒരു വല്ലാത്ത ഒരു വികാരത്തിലാണ് അത് വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. തീർച്ചയായും ഈ വിഷയങ്ങള് ലോക ശ്രദ്ധയെ തന്നെ എത്തിക്കുന്നതിന് ഈ ചിത്രത്തിലൂടെ തന്നെ കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. തീർച്ചയായിട്ടും സ്നേഹം എന്ന് പറയുമ്പം അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുമ്പം ഒരു ജീവിതത്തിന്റെ ഒരു വിഭാഗത്തിനെ അല്ലെങ്കിൽ പ്രായത്തിനെ മാത്രം സ്വാധീനിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് ജീവിത അവസാനം വരെ നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ തന്നെ സൗഭാഗ്യം. തീർച്ചയായിട്ടും ആ ഒരു സ്നേഹമയമായ ഒരു ജീവിതത്തില് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മുഴുവൻ തളിരിട്ട് നിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും എങ്ങനെയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ തന്നെ ഈ ഒരു പുതുതലമുറ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്കതിന്റെ എല്ലാ അർത്ഥത്തിലും അതിന്റെ ആൾക്കാരായി മാറാൻ കഴിയട്ടെ, അത് ജീവിതത്തിലും പകർത്താൻ കഴിയട്ടെ എന്നുള്ള രീതിയിലേക്ക് ഒരു ആശംസ കൂടി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ 4000-ഓളം വരുന്ന കലാപ്രതിഭകള് ഇനിയുള്ള ദിവസങ്ങൾ ഇന്നലെ മുതൽ മാറ്റിവെക്കുകയാണ്. നല്ല രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ രീതിയിലേക്ക് തന്നെ ഏറ്റവും ഇതിന്റെയൊക്കെ അടിത്തറ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പഠന കാലമാണ്. പ്രത്യേകിച്ച് കലാലയ ജീവിതം പറയുമ്പം നിങ്ങളുടെ കലകളുടെയൊക്കെ തന്നെ ഉത്തുംഗ അവസ്ഥയിലേക്ക് എത്തുന്ന ആ രീതിയിലേക്ക് തന്നെ എല്ലാ അദ്ദേഹം ഇവിടെ പറയണ്ടായി. ആ പ്രായത്തിൽ വരുന്നതാണ് പിന്നീട് ഉറച്ച് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത്. നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പരിപാടികൾ നിങ്ങൾക്ക് ഏറ്റവും മത്സരബുദ്ധിയോടെ തന്നെ അവതരിപ്പിക്കാൻ കഴിയട്ടെ, ഞങ്ങളെ പോലുള്ള കാണികൾക്ക് ഏറ്റവും ഹൃദ്യമായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമ്മളെ കോളേജ് നമുക്കറിയാം ഇവിടെ വെച്ചാണെന്ന് പറയുമ്പം നല്ലൊരു ആശങ്ക ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത് നമ്മളെ ഈ ചെറിയ കോളേജിൽ വെച്ച് നടത്തുക എന്നുള്ള. തീർച്ചയായിട്ടും വളരെ നല്ല ഇടത്തോടുകൂടി തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ, നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും യൂണിയൻ ഒക്കെ തന്നെ ഏറ്റെടുത്ത് നടത്തുന്നതിൽ വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എല്ലാവിധ ഭാവുകങ്ങൾ അർപ്പിക്കുന്നു.
അടുത്തതായി ആശംസ പറയുന്നതിന് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ സിൻഡിക്കേറ്റ് അംഗം കൂടിയായിട്ടുള്ള TP അഷ്റഫ് അലിയെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സീസണിനെ ഏറ്റവും അധികം ശ്രദ്ധേയമാക്കിയത് നിസ്സംശയം പറയാം സോഹൻ റോയിയുടെ സാന്നിധ്യമാണ്. കേരളത്തിന്റെ ക്യാമ്പസുകളിൽ സോഹൻ റോയ് ആരാണെന്ന് ചോദിച്ചിട്ട് പക്ഷേ അറിയുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായിരിക്കും. എന്നാൽ സന്തോഷ് പണ്ഡിറ്റ് ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയുന്ന ഒരു പുതിയ കാലഘട്ടമാണ് നമുക്കിന്നുള്ളത്. അദ്ദേഹത്തിന്റെ വാട്ടർ ബോംബ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി യൂട്യൂബിൽ പോയി നിങ്ങൾ കാണണമെന്ന് നമ്മളോട് വളരെയധികം അഭ്യർത്ഥിക്കാൻ അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ ചെയ്തത്. എന്നാൽ എന്നും വൈകുന്നേരങ്ങളിൽ അതല്ലെങ്കിൽ തന്റെ മൊബൈലിൽ നിരന്തരമായുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിലെ യൗവനം ഇന്ന് കൃഷ്ണനും രാധയും കണ്ട് ആസ്വദിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ചിന്തകൾക്ക് ഒരു മാറി സഞ്ചാരം ഉണ്ടാവേണ്ടതുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് സോഹൻ റോയിയുടെ ഈ ഡ്രം 999 എന്ന ഈ ഫിലിമിലൂടെ നമുക്കുള്ളത്. നമുക്കറിയാം കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആയി ഇതിന് മാറിയിരിക്കുന്നു. ഇതിന്റെ പ്രായം തന്നെ ഏറ്റവും അധികം 120ഓളം വർഷങ്ങൾ കഴിഞ്ഞു. 50 വർഷത്തിലധികം ഒരു അണക്കെട്ടിന് പോലും നിലനിൽപ്പില്ല എന്ന് അതിന്റെ പഠനം നമ്മോട് പറയുമ്പോഴും ഇത്രമാത്രം ഇത് വൈകിപ്പോയത് നമ്മുടെ അധികാരികൾ തങ്ങളുടെ നാടിനെ കുറിച്ച് എത്രമാത്രം ചിന്തയുള്ളവരാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ട് ഇവിടെ ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടാവണം. അത് കഥയിലൂടെ, കവിതയിലൂടെ, നേരത്തെ ഹരിയോത്തൻ പറഞ്ഞതുപോലെയുള്ള നമ്മുടേതായ പ്രവർത്തനങ്ങളിലൂടെ രംഗത്ത് വരികയും കേരളത്തിന്റെ പ്രബുദ്ധമായ ജനതയുടെ എല്ലാ പ്രബുദ്ധതയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ നാടിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ശക്തമായി നിലനിൽക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു നിലനിൽപ്പിന് വേണ്ടി ഈ സോഹൻ റോയി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന ധീരമായ പോരാട്ടങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അറിയിക്കുന്നു. ഈ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാകാരന്റെ ഏറ്റവും അധികം നാം കാണുന്ന ഒരു ഉദാഹരണമാണ് അദ്ദേഹം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ലാഭകരമായ ഒരു കരാറിൽ അദ്ദേഹത്തിന് ഏർപ്പെടാമായിരുന്നു. പക്ഷെ തന്റെ നാടിന്റെ ഈ ഒരു നൊമ്പരത്തെ അദ്ദേഹം ഏറ്റെടുക്കുകയും അത് ഫിലിമായി അവതരിപ്പിക്കുകയും അങ്ങനെ അതിനു വേണ്ടി പോരാടുകയും ചെയ്യുന്ന സോഹൻ റോയിക്കുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും കൃതജ്ഞത, പ്രത്യേകിച്ചും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പേരിലുള്ള കൃതജ്ഞത അറിയിച്ചുകൊണ്ട് തങ്ങളുടെ പോരാട്ടത്തിന്റെ ഭാവിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള KK ദാമോദരേട്ടനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ സോഹൻ റോയിയെ പോലെയുള്ള ഒരു വ്യക്തി, ഒരു മഹാൻ വ്യക്തിത്വം ഈ ഒരു വേദിയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ശ്രീ ഹരിഗോവിന്ദൻ പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ഒരു പരിധിവരെ സാധിച്ചത്. തീർച്ചയായും വളരെയേറെ അംഗീകാരം കേരളത്തിലെ ജനങ്ങളുടെ, മലയാളികളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു വ്യക്തിത്വമാണ്. പക്ഷെ അത് അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. യൂണിയന്റെ സഹകരണം തീർച്ചയായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ പരിപാടിയാണ്. പക്ഷെ ഞങ്ങളെ ഈ ക്യാമ്പസിൽ നടക്കുമ്പോൾ ഞങ്ങളുടെ പൂർണ്ണമായ സഹകരണം അവർക്ക് നൽകേണ്ടതുണ്ട്. ഇത് വളരെ നല്ല രീതിയിൽ പരിസമാപ്തി കുറിക്കപ്പെടേണ്ട ഒരു സംരംഭമാണ്. അതുകൊണ്ട് തന്നെ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് കഴിവിന്റെ പരമാവധി അത് തരണം ചെയ്യാനും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തരാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അതുണ്ടാകണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും ഈ കോളേജിൽ നിന്ന് പോകുമ്പോൾ ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ തന്നെ നല്ല ഒരു അനുഭവം ഉണ്ടായിത്തീരണം എന്നുള്ള മനസ്സ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ, യൂണിയൻ ഭാരവാഹികളുടെ ശ്രദ്ധയിൽ, പ്രിൻസിപ്പൽ ശ്രദ്ധയിൽ, ഇവിടെയുള്ള അധ്യാപകരുടെ അനധ്യാപകരുടെ ആരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നൊന്നുകൂടി തറപ്പിച്ച് പറയും. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 3 ദിവസം നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സീസോൺ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് നന്ദി പറയുന്നതിനു വേണ്ടി ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാരവാഹി കൂടിയായിട്ടുള്ള KP അനീഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ 2011 ആണ്ട് സീസോൺ കലോത്സവത്തിന്റെ ഓൺ സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടനം ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഉദ്ഘാടനം ഒരുപക്ഷെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സോണൽ മത്സരത്തിന് എക്കാലത്തും ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഉദ്ഘാടകരെയാണ് ഈ കലോത്സവത്തിന്
ഇതിന്റെ സ്റ്റേജ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കിട്ടിയിരിക്കുന്നതെന്ന് സന്തോഷത്തോടുകൂടി ഈ രാജ്യവും സർവോപരിയായി കേരളവും വീടുനട്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായ മുല്ലപ്പെരിയാർ ഒരുപക്ഷെ യാദൃശ്ചികമായിരിക്കാം ആ ഒരു സന്ദർഭത്തിലാണ് സോഹൻ റോയ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതനായ സംവിധായകന്റെ ഡാം 999 എന്ന് പറയുന്ന സിനിമ ഈ ലോകത്തെമ്പാടും ഇറങ്ങിയ ഈ കാലത്ത് ആ സംവിധായകനെ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ബോളിവുഡ് സംവിധായകനായിട്ടുള്ള സോഹൻ റോയിയെ ഈ കലോത്സവത്തിലേക്ക് ലഭിച്ചത് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കിട്ടിയത് വലിയൊരു ഭാഗ്യവും അതോടൊപ്പം തന്നെ ഹൃദയംഗമായ നന്ദിയും അദ്ദേഹത്തിന് ഈ പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ കോളേജിന് വേണ്ടിയും ഈ കലോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കലാപ്രതിഭകൾക്ക് വേണ്ടിയും ഞാൻ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ കലോത്സവം അതിന് മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്നത് സോപാന സംഗീതം എന്ന് പറയുന്ന കലയെ ക്ഷേത്രങ്ങളുടെ ഒരു 4 മതിൽക്കെട്ടിനുള്ളിൽ മാത്രം തളച്ചിടാതെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ സോപാന സംഗീതത്തിലൂടെ എത്തിച്ചുകൊണ്ട് ജനകീയമാക്കി തീർത്ത നമ്മുടെ അനുഗ്രഹീതനായ പെരിന്തൽമണ്ണയുടെ കലാകാരൻ ഞരളത്ത് ഹരിഗോവിന്ദനെ സീസോൺ കലോത്സവത്തിൽ മിക്ക വേദികളിലും അദ്ദേഹം സന്നിഹിതനാവാറുണ്ട്. അദ്ദേഹത്തെയും ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സീസോൺ കലോത്സവത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടിയും അതോടൊപ്പം ഈ കോളേജിനു വേണ്ടിയും മത്സരാർത്ഥികൾക്ക് വേണ്ടിയും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഉദ്ഘാടന സെക്ഷനിൽ പങ്കെടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കറാജി, പെരിന്തൽമണ്ണയുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ സുധാകുമാരി, അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് അംഗം TP അഷ്റഫ് അലി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ K ദാമോദരൻ തുടങ്ങിയ ആളുകൾക്കും ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിലും കോളേജിന് വേണ്ടിയും അതുപോലെ തന്നെ മുഴുവൻ മത്സരാർത്ഥികളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ കലോത്സവം ഒട്ടനവധിയായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടും പരമാവധി ഈ കലോത്സവത്തെ വളരെ ഭംഗിയോടുകൂടി ഇവിടെ നടത്താൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തന്ന നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാൻ പ്രൊഫസർ PK ജഗന്നാഥൻ സാറിന് ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഉദ്ഘാടന സെഷൻ കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.